പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് നമുക്ക് ദൈവം വലിയ പദവികളാണ് തന്നിരിക്കുക. കൂദാശകളിലൂടെ ഉള്ള അനുഗ്രഹങ്ങൾ, മാമോദീസ, കുംഭസാരം, കുർബാന, സ്ഥൈര്യലേപനം, വിശുദ്ധ വിവാഹം, ഡീക്കൻ, വൈദിക പട്ടം, ഇങ്ങനെ നമുക്ക് ഒരു പദവികളോടുകൂടിയാണ് നമ്മൾ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുക. ഇനി നമുക്ക് ആധികാരികതയോടുകൂടി, അതായത് അധികാരം തന്നിട്ടുണ്ട്, പദവി തന്നിട്ടുണ്ട്, പക്ഷേ ആധികാരികതയോടുകൂടെ ബലിയർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചില ആളുകളൊക്കെ ഷോർട്ട്സ് ധരിച്ചാണ് കുർബാനയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കൂദാശകളിലൂടെ തന്നിട്ടുള്ള പദവി ഉണ്ടെങ്കിലും ആധികാരികത നഷ്ടപ്പെടുത്തി. സ്കാഫ് ധരിക്കാതെ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ആധികാരികത നഷ്ടപ്പെടുത്തി. ഇനിയും മദ്യപിച്ചിട്ടും കുമ്പസാരിച്ച് ഒരുങ്ങാതെയും അലക്ഷ്യമായിട്ടും ഫോട്ടോ എടുത്തുമൊക്കെയാണ് നമ്മൾ ഇതിൽ പങ്കുചേരുന്നെങ്കിൽ ആധികാരികത പോയി, ചോദിക്കാനുള്ള ആധികാരികത പോയി, പ്രാർത്ഥിക്കാനുള്ള ആധികാരികത പോയി, ഈ കുർബാനയിലുള്ള അഭിഷേകം മുഴുവൻ കിട്ടാനുള്ള ആധികാരികത പോയി, നമ്മൾ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് അധികാരം തന്നിട്ടുണ്ട്, പദവി തന്നിട്ടുണ്ട്. ഈ പദവിയോടുകൂടെ, ഈ ബഹുമാനത്തോടുകൂടെ, ദൈവം നമുക്ക് തന്ന ബഹുമാനാദരവങ്ങളോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ കേണപേക്ഷിക്കുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന സ്വർഗീയ കാരുണ്യത്തോടെ ശ്രവിക്കണമേ. അങ്ങനെ അവർ ചെയ്യേണ്ടവ കാണാനും കണ്ടവ നിവർത്തിക്കാനും ശക്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഷീലോയിൽ വെച്ച് എൽക്കാനയോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊരന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മയിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച ഒരവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ച ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സമ്പാദന സമ്പത്തുള്ളവൾ നിരാലംബരയാകുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു.
കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സുമധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ട് സ്വീകരിക്കുവിൻ. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയാഭിതരായി. കാരണം നീമഞ്ഞനെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയുടെ സമീപപ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. നമുക്ക് ദൈവം ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ നമുക്ക് പദവികളും അധികാരങ്ങളും തന്നിരിക്കുക. അധികാരവും ആധികാരികതയും, ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും, ഇത് രണ്ടും ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അധികാരമുണ്ട്, പക്ഷെ ആധികാരികത ഉണ്ടോ? ക്വാളിഫിക്കേഷൻ ഉണ്ട്, ക്വാളിറ്റി ഉണ്ടോ? ഇതാണ് കത്തോലിക്ക. നമ്മൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഭൗതികമായിട്ടുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജോലി, ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെയുള്ള പദവികളെ അത് മാറ്റിവെച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് നമുക്ക് ധ്യാനിച്ചാൽ തന്നെ ഒത്തിരി ധ്യാനിക്കാനുണ്ട്. കത്തോലിക്ക വിശ്വാസികൾ, അപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള ഇപ്പോൾ അക്രൈസ്തവർക്ക് കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് അതിനുള്ള പദവികൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുർബാന സ്വീകരിക്കാനും കുമ്പസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ അതിൻ്റെ ആ ഫെയ്ത്ത് ഫോർമേഷനിലൂടെ വന്നതുകൊണ്ടാണ്. ഫെയ്ത്ത് ഫോർമേഷൻ. അപ്പം നമ്മളെ തിരിച്ചറിയുന്നത് ഒരു പരിധിവരെ പേരുകളിലൂടെ തിരിച്ചറിയും. പിന്നെ നമ്മുടെ രീതികൾ, ജീവിത ശൈലി, ഇപ്പം സ്കാഫൊക്കെ ധരിച്ച് വരുന്ന കത്തോലിക്ക കുഞ്ഞാണെന്ന് മനസ്സിലാവും ഇല്ലേ? ഒരു ദൈവാരാധനയ്ക്ക് വരുമ്പോൾ ദൈവാരാധനയിൽ പങ്കെടുക്കേണ്ട രീതിയിൽ വരണ്ടേ? നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഡൗട്ടാവും. ഞാൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാണോ? നമുക്ക് തന്നെ സംശയം തോന്നും. നമ്മളെ കാണുന്നവർക്ക് സംശയം തോന്നും. കാരണം നമുക്ക് കടമയുണ്ട്. നമ്മളെല്ലാവരും ഒരേ കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്.
യേശുക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരാ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കും അവർക്ക് നമ്മൾ മാതൃക കൊടുക്കണം. നമ്മളിപ്പോൾ സഭ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷിപ്പിന് പറ്റിയ രീതിയിലല്ല നമ്മളിവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ. ഇല്ല, നമ്മൾ ഷർട്ട് ധരിക്കാതെ പബ്ലിക്കായിട്ട് നമ്മൾ പോയി നിൽക്കില്ല. കാരണം ഒന്ന്, നമുക്ക് അഭിമാനമുണ്ട്, മറ്റുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. അപ്പം അതുപോലെയാണ് വിശ്വാസ പദവികൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഈ വിശ്വാസ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കൊണ്ടും അത് നമുക്ക് മാതൃക കാണിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് വേണം. കുഞ്ഞുങ്ങളില്ലാത്തവർ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒന്നാം വായന കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വചനഭാഗമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അവരോട് ഒരു കഷ്ണം പേപ്പറുമായിട്ട് വരാൻ പറയാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യത്തെ കാര്യം അവരോട് ശ്രദ്ധിക്കാൻ പറയുന്നൊരു കാര്യമാണ് ഭക്ഷണ ക്രമീകരണം നടത്തണം. കാരണം ഈ പ്രൊക്രിയേഷൻ പ്രോസസ്സ് നന്നായിട്ട് നടക്കാത്തതും ശരീരം അതിൻ്റെ രീതിയിൽ ക്രമീകരിക്കപ്പെടാത്തത് കൊണ്ടാണ്. ചില ഭക്ഷണങ്ങൾ ശരീരം ഭയങ്കരമായിട്ട് ചൂടാക്കി കളയും, ചില ഭക്ഷണങ്ങൾ. അങ്ങനെ ചൂട് ഉള്ള ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചിക്കൻ, ബീഫ്, ഷെൽഫിഷസ് എല്ലാം, കക്ക, ഞണ്ട്, ചെമ്മീൻ, കരിമീൻ, അയല, ഇങ്ങനെയുള്ള ഫിഷസ് എല്ലാം ശരീരം ചൂടാക്കുന്നതാണ്. ഇനിയും നമ്മൾ ഗോതമ്പ്, നമ്മൾ വിചാരിക്കും ഡയറ്റിന് വേണ്ടി ഗോതമ്പ് ചൂടാ, മൈദ ചൂടാ, കട്ടൻ ചായ, കട്ടൻ കാപ്പി ചൂടാ എന്നും അതെന്നെ കഴിച്ചാൽ ശരീരത്തിൻ്റെ കണ്ടീഷൻ മാറിപ്പോവും. പിന്നെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ മുറിവുണങ്ങാൻ വേണ്ടിയിട്ട് പരിപ്പ് കൂട്ടരുതെന്ന് പറയും. പരിപ്പ്, കടല ചൂടാ. പിന്നെ പച്ചക്കറികളിൽ മുരിങ്ങക്കോല്, വഴുതനങ്ങ, ഇതൊക്കെ ചൂടാ. അപ്പോൾ ഇത് തന്നെ എന്നും കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ മാറിപ്പോൾ. കുഞ്ഞുങ്ങളില്ലാത്തവർ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഭക്ഷണം നന്നായിട്ട് ക്രമീകരിക്കണം. പഥ്യം നോക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ നോക്കണം. നമ്മളെന്നും ഫാസ്റ്റ് ഫുഡൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സംഭവം നടക്കില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു പ്രയർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. നമ്മളൊരു നന്മ വരേണ്ടത് എവിടെയാണ്? പ്രാർത്ഥിച്ചൊരുക്കിയ സ്ഥലത്തല്ലേ നന്മ വരേണ്ടത്. കുഞ്ഞെന്ന നന്മ വരേണ്ടത് എവിടെയാണ്? പ്രാർത്ഥിച്ചൊരുക്കിയ സ്ഥലത്താണ്. അപ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ് ഒരുക്കേണ്ടത്? കുംഭസാരം, കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, കുടുംബ പ്രാർത്ഥന, 3 കു. കുംഭസാരം, കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, കുടുംബ പ്രാർത്ഥന, ഈ 3 കാര്യങ്ങൾ. അത് ഒരു പ്രയർ ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചില ഹോംവർക്കുകളുണ്ട്. ഹോംവർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വചനഭാഗങ്ങൾ ബെഡ്റൂമിലിരുന്ന് വായിച്ചാൽ ആ വചനഭാഗങ്ങളുടെ അഭിഷേകം നിറയും. അതിന് പറ്റിയ ഒരു വചനഭാഗമാണ് ഇന്നത്തെ ഒന്നാം വായന. 1 സാമുവേൽ 1 മുതൽ 20 വരെ. മറ്റൊരു വചനഭാഗം ഉൽപ്പത്തി 18 1 മുതൽ 15 വരെ. ഇത് രണ്ടും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കുമ്പോൾ ഹന്നായുടെ അഭിഷേകം, ഹന്നായുടെ പ്രാർത്ഥന രൂപി, അബ്രഹാത്തിന് കുഞ്ഞുണ്ടാകുന്ന സംഭവമാണ് ഉൽപ്പത്തി 18 1 മുതൽ 15 വരെ. അപ്പോൾ ഈ വചനഭാഗങ്ങളുടെ അഭിഷേകം കുടുംബത്തിന് നിറയും. ഇങ്ങനെ ഹോംവർക്ക് കൊടുത്തിട്ട് ചില നിശ്ചിത സമയം വെച്ച് പ്രാർത്ഥിച്ചവർക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ജൂൺ 8 ഒരു കുടുംബം ഇവിടെ വന്നു. അപ്പോൾ തൊട്ടടുത്ത ഡേറ്റ് അത് മാതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8 പിന്നെ ഡിസംബർ 25 വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം വസന്തത്തിൽ ഞാൻ തിരികെ വരും, നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ തിരികെ വരും. നിശ്ചിത സമയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, നിശ്ചിത സമയം. അത് നമ്മൾ തന്നെ ഒരു സമയം വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല. ദൈവമേ, ഇന്ന കാലയളവിനുള്ളിൽ ഞങ്ങളൊന്ന് സഹായിക്കണമേ. അപ്പോൾ പ്രത്യേകമായിട്ട് ഒരുങ്ങി അവർ പ്രാർത്ഥിച്ചപ്പോൾ കൃത്യം സെപ്റ്റംബർ 8 പ്രഗ്നൻസി പോസിറ്റീവ്. 4 മാസം, ജൂൺ 8 വന്നു, സെപ്റ്റംബർ 8 പ്രഗ്നൻസി പോസിറ്റീവ്. അതുപോലെ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഈ ഹോംവർക്ക്, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഒരു ആധികാരികത നമുക്കുണ്ടാണ്. ഈ ഹന്നായുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആധികാരികത, ഹന്ന ഇന്നത്തെ വചനവായന അത് 1 സാമുവേൽ 1 അത് 9-ാം വാക്യം. 9-ാം വാക്യം തന്നെ പറയുന്നത്, അവൾ ദേവാലയത്തിൽ പോയി അവർ ഭക്ഷിക്കുകയും ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽ പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ദേവാലയവുമായി ബന്ധപ്പെട്ട ജീവിതം ഞാൻ പറഞ്ഞില്ലേ, കുർബാന, കുംഭസാരം, കുർബാന സ്വീകരണം, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കണ്ടേ അനുഗ്രഹം വരാൻ. അപ്പോൾ ദേവാലയ സന്ദർശനം, ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഞായറാഴ്ച ആചരണം,
ഇങ്ങനെ ഒരു ആധികാരികത നമുക്കുണ്ടാണ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ആധികാരികത വേണ്ടേ? വികാരി അച്ഛൻ ചോദിക്കില്ലേ, കുടുംബ കൂട്ടായ്മയുടെ കാർഡ് ചോദിച്ചിട്ട് പറയും, നിന്നെ അടുത്തെങ്ങും കണ്ടിട്ടില്ലല്ലോ, എവിടെയായിരുന്നു ഇത്ര നാൾ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത് നമ്മളായിട്ടുണ്ടാക്കുന്ന ആധികാരികതയാണ്. മാമോദീസ സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നിരന്തരം നമുക്ക് ആധികാരികത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പം പള്ളിപ്പോക്ക്. ഇനി പ്രാർത്ഥനാ ജീവിതം, അത് വളരെ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. 1 സാമുവേൽ 1:10 അതിൽ പറയുന്നത്, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ചുമ്മാ ഒന്നും കാര്യം നടക്കൂല, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇനി 11 വാക്യം, അവളൊരു നേർച്ച നേർന്നു. എന്തിനാ? തലമുടി പഠിക്കാമെന്നല്ല നേർച്ച നേരേണ്ടത്, കൊച്ചിനെ കൊണ്ടുവന്ന് കർത്താവിന് പ്രതിഷ്ഠിക്കാമെന്നാണ് നേരേണ്ടത്. ഇവിടെ ഇവർ പറയുന്ന ഇവരുടെ നേർച്ച അങ്ങനെയാണ്. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ, അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. അന്ന നേർന്നത് അങ്ങനെയാ. നമ്മൾ നേരുന്നത് ഒരു കൊച്ചുണ്ടായ മുടി പഠിക്കാമെന്ന്, അങ്ങനെയല്ല. ഒരു കൊച്ചുണ്ടായാൽ കൊച്ചിനെ ഞാൻ വചനം പഠിപ്പിക്കാമെന്ന് നേരു. ലൂക്ക 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഒരു വചനം പഠിപ്പിക്കാമെന്ന് നേരു. അപ്പോൾ കൊച്ചിൻ്റെ വാ പോലും കർത്താവ് തുറന്നു തരും. കാരണം വചനം പഠിച്ച് പറയണ്ടേ. അപ്പോൾ എല്ലാം കർത്താവ് റെഡിയാക്കി തരും. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ അവൾ സാമുവേലിൻ്റെ 1 പുസ്തകം 1:13 അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. ഹൃദയത്തിൽ സംസാരിക്കുക. നമ്മളിങ്ങനെ കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചൊല്ലി തീർത്തിട്ട് നമ്മൾ പറയും ഇന്ന് പ്രാർത്ഥന ചൊല്ലി എന്ന് പറയും. ഹൃദയത്തിൽ സംസാരിക്കാറുണ്ടോ? അതായത് വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമാണ്. ഇനി അത് 15 വാക്യത്തിൽ പറയുകയാണ്, അന്ന പ്രതിവചിച്ചു. അപ്പോൾ ഈ ഏലി പ്രവാചകൻ ഇത് കണ്ടുകൊണ്ട്, ഏലി പുരോഹിതൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ ചുണ്ട് മാത്രം അനങ്ങുന്നുള്ളൂ. ഇവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കരുതി, നീ മദ്യപിച്ചിട്ടുണ്ടോ? നിനക്ക് ലഹരി പിടിച്ചിട്ടുണ്ടോ? നിന്റെ ലഹരി അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹന്ന പറയുകയാണ്, എൻ്റെ ഗുരു, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന് മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഹൃദയവികാരങ്ങൾ പകരത്തക്ക വിധത്തിൽ കർത്താവിന് മുമ്പിൽ നിൽക്കുക. പള്ളിയിൽ പോയി ചിലപ്പോൾ വൈകി അവിടെ ചെന്ന് തീരുന്നതിന് മുമ്പ് പുറത്തിറങ്ങുന്ന നമ്മൾ ഒരു 5 മിനിറ്റ് മുൻപേ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? കുർബാന കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപും പിൻപും ഒക്കെ ഒന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥന മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഹൃദയവികാരങ്ങൾ പകരുന്ന, ഹൃദയത്തിൽ സംസാരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടോ? ഇനി 20 വാക്യത്തിൽ അവൾ പറയുകയാണ്, ഞാൻ ഈ സാമുവേലിനെ ചോദിച്ചു വാങ്ങിച്ച, കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്കൊരു കൊച്ചിനെ താ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് അവൾ സാമുവേൽ എന്ന് പേരിട്ട് ചോദിച്ചു വാങ്ങിക്കുക. ഇനി 3 ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം. 3 പുരോഹിതൻ്റെ ആശീർവാദം. പുരോഹിതൻ്റെ ആശീർവാദം, അത് 17 വാക്യമാണ്. 17 വാക്യത്തിൽ അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അതാണ് നമ്മൾ ഒരു അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു ആശീർവാദം, പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെ, വികാരിയച്ഛന്മാരുടെ ആശീർവാദമൊക്കെ ഒന്ന് മേടിക്കുന്നത് നല്ലതാണ്. പ്രഭാഷണ പുസ്തകം 6:36 ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്, നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. അപ്പോൾ അങ്ങനെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ആശീർവാദം സ്വീകരിക്കുന്നതും ഒരു അനുഗ്രഹമാണ്. ഇനി 19 വാക്യത്തിൽ സാമുവേലിൻ്റെ പുസ്തകം 1 പുസ്തകം അത് 19 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, അവർ ഒരുമിച്ച് ദൈവാരാധന നടത്തി. എൽക്കാനായും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. ഒരുമിച്ച് ദൈവാരാധന നടത്തുക. മത്തായി 18:19 എന്താണെന്നറിയാവോ? നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അവരങ്ങനെ ഒരുമിച്ച് അവർ കുടുംബം അതിരാവിലെ എഴുന്നേറ്റ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം പറയുന്ന വാക്യം ഇതാണ്, എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമുണ്ട്. പിന്നെ ചോദിച്ച് വാങ്ങിക്കുന്ന രീതി കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ല, മത്തായി 7:7 ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. ഈശോ പറഞ്ഞിട്ടില്ലേ യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും.
ചോദിക്കും, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുവിൻ. ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി. ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെ നീ കള്ളു കുടിച്ചിട്ടുണ്ടോ, നീ ലഹരി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ പിന്നീട് അവളെ വധനായിട്ട് കണ്ടിട്ടില്ല. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, അവൾ പ്രതിവചിച്ച് ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ഒരു ദൈവഭക്തൻ്റെ ലക്ഷണമാണ്. സങ്കീർത്തനം 112:7 ദുർവാർത്തകളെ ദൈവഭക്തൻ ഭയപ്പെടുന്നില്ല. അവൾക്ക് കൊച്ചില്ല, പക്ഷേ അവൾ ആ ഒരു അവസ്ഥയിലും അവൾ സന്തോഷത്തോടെ ജീവിച്ചു, സന്തോഷത്തോടെ നടന്നു. നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്, രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്. എന്നാലും കർത്താവിന് മുമ്പിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത് അത് കർത്താവിൻ്റെ മുൻപിൽ ആധികാരികത ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അവൻ സംസാരിച്ചത് നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് സംസാരിച്ചത്. ഈശോ സംസാരിച്ചത് നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ്. ഈ ആധികാരികതയാണ് നമുക്ക് വേണ്ടത്. പദവിയുണ്ട്, പക്ഷെ അതുപോലെ ജീവിക്കാൻ പറ്റണം. നിയമജ്ഞരെന്താ? നിയമജ്ഞർ നിയമമൊക്കെ ഉണ്ട്, പക്ഷെ അവർ പാലിക്കുന്നില്ല. മനുഷ്യരുടെ ചുമലിൽ വലിയ ചുമടുകൾ വെച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അവരത് നിയമം ജീവിക്കുന്നില്ല. അവർ നിയമം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. കള്ളുകുടിയനായ അപ്പന് മക്കളോട് നേരം വണ്ണം പഠിക്കണം, പള്ളി പോകണം എന്നൊക്കെ പറയാൻ പറ്റുമോ? കുമ്പസാരിക്കാതെ നടക്കുന്ന അമ്മയ്ക്ക് മകളോട് നീ പോയി പള്ളി പോയി കുമ്പസാരിക്കെന്ന് പറയാൻ പറ്റുമോ? ഒരു മകളോട് അമ്മ പറഞ്ഞു, പോയി കുമ്പസാരിക്കുക, നീ പോയി കുമ്പസാരിക്കുക. അപ്പം മകൾ തിരിച്ചു വെച്ചു, അമ്മ ആദ്യം പോയി കുമ്പസാരിക്കുക. അമ്മ 5 വർഷമായല്ലോ കുമ്പസാരിച്ചിട്ടെന്ന്. മനസ്സിലായി? നമുക്ക് ആധികാരികത ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചില മദ്യപാനം, അതുപോലെ വിവാഹേതര ബന്ധങ്ങളുള്ള ഒരാൾക്ക് എങ്ങനെ കണ്ണിൽ തടിക്കഷണം വെച്ചിട്ട് വീട്ടിൽ ആരെങ്കിലും ഒന്ന് തിരുത്താൻ പറ്റുമോ? ഒരു വിവാഹേതര ബന്ധമുണ്ടെന്ന് കരുതുക, എങ്ങനെ മക്കളെ തിരുത്താൻ പറ്റും? എങ്ങനെ ഭാര്യയെ ശകാരിക്കാൻ പറ്റും? കാരണം നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ ഈ ആധികാരികത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ പറുദീസയിൽ അവർ നഗ്നരാരെന്ന് കണ്ടിട്ട് അവർക്ക് ദൈവത്തിന് മുമ്പിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടായി. ആദം നീ എവിടെ? പുരുഷനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, ആദം നീ എവിടെ? കാരണം അവരുടെ ആധികാരികത പോയി. കാരണം ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അവർ പിശാചിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ അവരെ പഴം പറിച്ചു തിന്നു. പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി. നമുക്കും അങ്ങനെയല്ലേ? നമുക്കും അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പിന്നോക്കം പോയാൽ, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരാനും വൈദികരുടെ മുമ്പിൽ വരാനും കൂട്ടായ്മയിൽ വരാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, പക്ഷേ ആധികാരികത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ പിശാച് ബാധിച്ചവൻ അവൻ സംസാരിക്കുകയാണ്. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, നീ മിണ്ടരുത്. നീ മദ്യപാനിയായിട്ട് നടന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ? നീ ഒരു കാര്യം എനിക്ക് വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പാപം ഉപേക്ഷിക്കാമെന്ന തീരുമാനമെടുക്കാതെ നീ കുമ്പസാരക്കൂടിനെ സമീപിക്കുന്നോ? നിനക്കൊരു കാര്യം എനിക്ക് വേണ്ടി മാറ്റാൻ നിനക്ക് തീരുമാനമില്ല, എന്നിട്ട് നീ എന്നെ നാമം വിളിക്കുന്നോ? അതാണ് പിശാച്. ഉള്ളിലെ പിശാചിനെ വെച്ചിട്ട് ദൈവസ്തുതി പറ്റില്ല. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാൻ പറ്റില്ല. ഉള്ളിൽ പിശാച് വെച്ചിട്ട് കള്ളത്തരങ്ങളും ബിസിനസ്സിലുള്ള കള്ളത്തട്ടിപ്പുകളും വ്യഭിചാരം തുടങ്ങിയ വിവാഹേതര ബന്ധങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് കക്ഷത്തിൽ ഒത്തിരി സാധനങ്ങൾ ഇറുക്കി വെച്ചിട്ട് എങ്ങനെ കൈ ഉയർത്താൻ പറ്റും? അതാണ് പിശാചിനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞു. അതാണ് നമ്മുടെ ആധികാരികത നഷ്ടപ്പെടുത്തുന്ന ചില മേഖലകളാണ്. അധികാരം തന്നിട്ടുണ്ട്, പദവി തന്നിട്ടുണ്ട്, കത്തോലിക്ക കുഞ്ഞെന്ന പദവി തന്നിട്ടുണ്ട്. പക്ഷേ ആ പദവി നീ ദുർവിനിയോഗം ചെയ്തോ? നിനക്കിനി പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? നിനക്ക് കർത്താവേ എന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? നിനക്ക് നാവ് നീട്ടി ആമേൻ എന്ന് പറഞ്ഞ് കുർബാന സ്വീകരിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ? നീ ഒന്ന് ചിന്തിക്കാം. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യത അതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചിട്ട് പോലും അതൊരു മേന്മയായി കണക്കാക്കാതെ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ടും എനിക്കത് തന്നില്ല, ഇത് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെക്കിട്ട് കയറാനും അതുപോലെ ദൈവത്തോട് തർക്കിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് തന്ന അധികാരം അത് ആധികാരികമായിട്ട് ജീവിച്ച് അത് പ്രയോജനപ്പെടുത്തിയോ?
നിത്യം തിരുവചന വഴിയേ സത്യം പകരുവതിനായെന്നും തവ മഹിമ പാടാനധരം വിടരുവതിനായി ജീവൽ പ്രകാശം നീ തൂക്കിടുമ്പോൾ അഭിഷേകമേകണമേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ നീ എൻ ആശ്വാസമായി വന്നിടണേ എൻ പാപവും എൻ രോഗവും വരദാനമാം കൃപയേകി നീ മോചിച്ചു സുഖമാക്കണേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ നീ എൻ ആശ്വാസമായി വന്നിടണേ. ആമേൻ. ഇസ്രയേലിൻ നായക ഇന്ത്യനുള്ള ദൈവമേ കാഴ്ചയായി ഞാൻ ഏകുന്നു ഇന്ത്യയും എൻ സർവമും നിന്നെ മുൻപിൽ ആയുധ സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ കാഴ്ചയർപ്പണം അങ്ങേക്ക് പ്രീതികരമാകണമേ. അതുവഴി വിശുദ്ധീകരണം വീണ്ടെടുക്കുവാനും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവ പ്രാപിക്കുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും
വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപവനങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതിൽ വിണ്ടലമോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമേ, അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശും മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും
എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയോട് കേണുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് രഹസ്യങ്ങളാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ അങ്ങേക്ക് പ്രീതികരമായ പ്രവർത്തന ശൈലിയിലൂടെ യോഗ്യമായി ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.